ഈ ഒരു ഐറ്റം എന്താണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു നാടൻ വിഭവമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം എൻ്റെ ഫേവറേറ്റ് ബെസ്റ്റ് കോംബോ ആണ് പാൽക്കപ്പയും ബീഫും. നിങ്ങൾക്കും ഇതെന്തായാലും ഇഷ്ടമാവും കേട്ടോ, കാരണം അത്രയും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ബീഫ് നിർബന്ധമാണ്. ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ മീൻകറി കൂട്ടിയാൽ മതി കേട്ടോ. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ ഈസിയാണ്. ഇതിൽ നമ്മൾ മസാലപ്പൊടികളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. പിന്നെ ബീഫും 2 റെസിപ്പിയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ 1 കിലോ ബീഫാണ് കേട്ടോ വാങ്ങിയത്. പക്ഷേങ്കിൽ കുറേ നെയ്യും കാര്യങ്ങളിലുള്ളതുകൊണ്ട് അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ 750 ഗ്രാമേ ഉണ്ടാവുള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ 750 ഗ്രാം നിങ്ങളോട് പറഞ്ഞത്. ചെറിയ പീസാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. വാങ്ങുമ്പോൾ നമ്മൾ എല്ലുള്ളതെല്ലാം കൂടിയിട്ട് മിക്സാക്കി വാങ്ങണം, എന്നാലേ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ 4 ഉള്ളി, 3 തക്കാളി, പിന്നെ 3 പച്ചമുളക്, ഈ ഒരു പീസ് കണ്ട ഇഞ്ചി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി. ഇവിടുത്തെ വലിയ വെളുത്തുള്ളിയാണ്. നാട്ടിൽ നിന്നാണെങ്കിൽ കുറച്ചും കൂടി എടുക്കണം. രണ്ടും കൂടി ഒരേ അളവായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഉള്ളീൻ്റെ എല്ലാം തോലി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇതിലാണ് വേഗം പണി വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പം ഉള്ളി എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ കറി നല്ലോണം വെന്ത് അടിയുന്നതാണ്. അപ്പം നമ്മൾ ഉള്ളിയൊന്നും അങ്ങനെ കാണൂല. അപ്പോൾ ചെറുങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞാലും അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ളീൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചാച്ചെടുക്കുന്നുണ്ട്. ഇനി തക്കാളിയാണ്. തക്കാളി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ നിന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചാച്ചെടുക്കുന്നതാണ്. കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യൽ. ഒരു 1.5 ടേബിൾ സ്പൂണ് ഉണ്ടാവും ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി ഞാൻ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ മസാലപ്പൊടികളാണ് എടുത്ത് വെക്കുന്നത്. ഇതെല്ലാം ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ആദ്യം തന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയാണ് എടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണ്. പിന്നെ 1.5 ടീസ്പൂണ് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും മസാലകളാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഉപ്പ്, വെള്ളം, പിന്നെ ഓയിൽ, ഇത്രയുമാണ് മൊത്തത്തിലെടുക്കുന്നത്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതായത് നമുക്ക് കറി എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിക്കണ്ടേ. ആദ്യം തന്നെ ഞാനൊരു ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. 3/4 ഇറച്ചിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞൊരു മൂത്ത മണം വന്നു കഴിഞ്ഞാൽ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വന്നാൽ കുറച്ച് കറിയെല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റണം. ഉപ്പിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യം തന്നെ എല്ലാത്തിലും ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് കൊടുക്കലുണ്ട്. ഇപ്പം നമ്മൾ ചോറ് വെക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിൽ ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് കൊടുക്കും, വേഗം വെള്ളം പതച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഒന്ന് വാടി കിട്ടും. ഇനി ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബീഫ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡാണ് പിന്നെ ഉണ്ടാവുക. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണിത്. ഇതിലേക്ക് ഞാൻ മഞ്ഞളും പിന്നെ മുളകിൻ്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി, മീറ്റ് മസാല, അങ്ങനെ നേരത്തെ പറഞ്ഞ എല്ലാ മസാലപ്പൊടികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല, കുരുമുളകിൻ്റെ പൊടി എല്ലാം കൂടിയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാലാണ് നമ്മളെ കറി പെർഫെക്റ്റ് ആവുള്ളൂ. ഇതിൽ മുളക് കൂടിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുരുമുളക് കൂടിപ്പോയി കഴിഞ്ഞാലും ഭയങ്കര എരിവ് കുത്തും. അത് നമ്മൾ എടുക്കുന്ന ഇറച്ചീൻ്റെ അളവിനേക്കാളും കൂടുതൽ നമ്മൾ മസാലപ്പൊടികൾ ഇടുമ്പോഴാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവേണ്ട, കാരണം നമുക്കൊരു കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് കിട്ടേണ്ടത്. അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി മിക്സാക്കിയതാണിത്. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഈ വെള്ളത്തിനേക്കാട്ടും കുറച്ചും കൂടി അളവിൽ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെ കറി ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് കപ്പേൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം. ഇത്രയും കപ്പയാണ് എടുത്തിട്ടുള്ളത്. കിഴങ്ങ് ചിലത് കേട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമുക്കിത് അറിയാൻ പറ്റൂല. ചില ആൾക്കാർക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ ഇത് കാണുമ്പോൾ നല്ലതായിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകണം. ഇതിൻ്റെ മുകളിലെല്ലാം പൊടിയും മണ്ണെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട്.
കപ്പേനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മളെ കപ്പ ബിരിയാണി അത് ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. നമ്മളെ നാട്ടിലെല്ലാം ആദ്യമെല്ലാം വൈകുന്നേരം 4 മണിക്കെല്ലാം ഒരു ചായക്ക് കപ്പ പൊങ്ങിയിട്ട് മുളക് പൊടിച്ചെല്ലിട്ടിട്ട് തരും. പണ്ട് ഞാൻ ചെറുപ്പത്തിലെല്ലാം അതുപോലെ 12 മണിക്കെല്ലാം ഉണ്ടാക്കി തരും കപ്പ പൊയ്ക്ക്. അന്നെല്ലാം വീട്ടുപറമ്പിലെല്ലാം ഉള്ള സാധനേനും കപ്പ. ഇപ്പം അതൊന്നും കാണാനേ ഇല്ല, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങണം. കണ്ട ഈ ഒരു കപ്പേൻ്റെ താഴെ കേട് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ എനിക്ക് 2 എണ്ണം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കപ്പേൻ്റെ തൊലിയെല്ലാം മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതിൻ്റെ മുകളിലെല്ലാം നിങ്ങൾ കാണുന്നില്ലേ കുറേ കച്ചറകളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടെടുക്കണം. ഇനി ഇത് കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ എല്ലാം മൊത്തത്തിൽ ചെറിയ ചെറിയ സ്ക്വയർ ടൈപ്പ് പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ട ഇതുപോലെ എനിക്ക് ഇതിലും കൂടുതൽ കിട്ടുവരും, 2 എണ്ണം കേടായതുകൊണ്ടാണ്. അപ്പം ഞാൻ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കപ്പയെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചെമ്പിൽ കപ്പ ഇട്ട് വെള്ളവും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി. പണ്ടെല്ലാം അങ്ങനെയല്ല എല്ലാവരും ചെയ്യല്. ഇപ്പോഴല്ലേ നമ്മൾ കുക്കറിലെല്ലാം ഉപയോഗിക്കൽ തുടങ്ങിയത്. നമ്മളെ നാട്ടിൽ കേങ്ങ് എന്നാണ് പറയുക. പിന്നെ എല്ലാവരും കപ്പ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ കപ്പ എന്ന് തന്നെ പറയുന്നത്. നമ്മൾ കേങ്ങ് പൊയ്ക്ക് അല്ലെങ്കിൽ കോഴിക്കാലില്ലേ, കോഴിക്കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേങ്ങ് കപ്പേനെ കൊണ്ടാണ് കോഴിക്കാൽ ഉണ്ടാക്കുന്നത്. തട്ടുകടയിലെല്ലാം ഉണ്ടാകുന്നൊരു ഐറ്റമാണിത്. ഇതിലേക്ക് ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കുറച്ച് വെള്ളം, ഈ കണ്ട ഇത്രയും വെള്ളം മതി, വെള്ളം ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഗ്യാസുമേൽ വെക്കുന്നുണ്ട്. ഒരു 4-5 വിസിൽ, കാരണം ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. ടൈം വെക്കുന്നതാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതിയായിരിക്കും എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നോക്കിയിട്ട് വിസിൽ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ മെയിനായിട്ട് തേങ്ങ എടുക്കണം. തേങ്ങ ഞാൻ 1 ഫുൾ എടുക്കുന്നുണ്ട്. ഇത് 2 തേങ്ങ ചിരണ്ടിയതാണ്. ഇതിൽ നിന്ന് ഒരു തേങ്ങ ഞാൻ മിക്സിയിലോട്ടേക്ക് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാലാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളെടുത്തിപ്പോൾ അരമുറി തേങ്ങയേ ഉള്ളൂവെങ്കിൽ ആ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 2ാം പാലും 1ാം പാലും ആദ്യം 1ാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് നമ്മൾ അതിൽ തന്നെ 2ാം പാൽ എടുക്കണം. ഞാനിപ്പം 1ാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന് അരിപ്പയിലിട്ടിട്ട് അരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ കട്ടിയിലുള്ള തേങ്ങാപ്പാലാണ്. അടുത്തതായിട്ട് ചെറിയുള്ളി എടുക്കുന്നുണ്ട്. ഒരു 10 ചെറിയുള്ളി ഉണ്ട്, തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് മൂപ്പിച്ചൊഴിക്കുമ്പോൾ വേണ്ടി പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റെല്ലാം ഉണ്ടാവും. പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും. ഇനി നമ്മളിത് വെന്തുക്കൊല്ലോ നോക്കാം. നമ്മളെ ടൈം ആയിട്ടുണ്ട്. എനിക്കിത് വെന്തൊടയണം, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ബീഫ് ഇതാ നല്ല കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഒരു നല്ല കളറായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ലൂസിലാണുള്ളത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി നമ്മൾ ഇറച്ചിയിലെല്ലാം വെള്ളം ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഞാനിത് വീണ്ടും വെച്ചിട്ടുണ്ട് ഒന്ന് ടൈറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളെ കപ്പ ഇവിടെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ട ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അടിയണമെന്നില്ല. കണ്ട ഇതുപോലെ ചെറിയ ചെറിയ പീസ് കപ്പ അതിൽ കിടക്കണം. ഇനി ഇത് ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മലന്നൊരു ടൈപ്പ് ചട്ടിയാണ്. ഇതിലേക്ക് ഞാൻ ആദ്യം കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുക്കറിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇത് ചെറിയ മക്കൾക്കെല്ലാം സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഇതിൽ മസാലകളൊന്നും ഇടാത്തതുകൊണ്ട് എരിവൊന്നും ഉണ്ടാവുകയില്ല. ഇതിൽ പച്ചമുളക് പോലും ഇടുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കുകയും കൊടുക്കാം. ഇനി ഇറച്ചി കണ്ട, ഇറച്ചി നല്ല കളറായിട്ടുണ്ട്. ഞാനിത് കുറുകാൻ വേണ്ടി വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മല്ലിച്ചപ്പ് നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലൊന്നും കുഴപ്പമില്ല. ഈ ബീഫെല്ലാം നല്ലൊരു ടേസ്റ്റ് വരും. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. നമ്മളിത് വെക്കും തോറും ഇത് ടൈറ്റായിട്ട് വരും നമ്മളെ കറിയെല്ലാം. കപ്പ കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കലൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അടി പിടിക്കും. തീ കുറച്ച് വെക്കണം കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽക്കപ്പേൻ്റെ മെയിൻ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൽ നമ്മൾ പായസം ഉണ്ടാക്കും പോലെ ഇളക്കി ഇളക്കി ഇങ്ങനെ യോജിപ്പിക്കണം. ലാസ്റ്റ് തൂയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം എൻ്റെ ഓയിലാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചുവന്ന കായ്മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഞാൻ ലാസ്റ്റ് കപ്പയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളീൻ്റെ എല്ലാം നല്ലൊരു സ്മെല്ലുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതെല്ലാം മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് മിക്സാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ പാൽക്കപ്പയും ബീഫും നമ്മൾ കഴിക്കാൻ പോവാണ്. ഇത് ഞാൻ രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കഞ്ഞിയുണ്ട്. ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പാൽക്കപ്പ വളരെ ഈസിയാണ്. ഈ ഒരു ഐറ്റം നമ്മളെ നാട്ടിൽ കുറവാണ്. നമ്മളെ നാട്ടിൽ ഇറച്ചീൻ്റെ നെയ്യ് ഇട്ടിട്ടുള്ള കേങ്ങ് അത് നമ്മൾ പൊഴിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവരെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചട്ടിയിൽ കുറച്ച് കേങ്ങുണ്ട്, അതിലേക്ക് ഞാൻ ഇങ്ങനെ കറി ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ കറി ഇതിൽ ഒഴിച്ചിട്ട് കുളിപ്പിച്ച് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. അത് പറയാൻ പറ്റൂല. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കപ്പ കിട്ടിയാൽ. അപ്പം വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഞാൻ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും. Thank you for watching. Please like and subscribe.